ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. ഹായ് ഗൈസ്, ഷാജി റിലേറ്റഡ് ആയിട്ട് നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് തന്റെ അയൽവാസിയായിട്ടുള്ള മുത്തു എന്ന് പറയുന്ന ആളുടെ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്നിട്ട് അന്ന് ലൈവ് വന്നിട്ട് ആ മരണത്തെ പോലും ആഘോഷിക്കുന്ന ഒരു ഷാജി. എടാ മുത്തു, നിന്റെ അച്ഛൻ മരിച്ചു പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പാട്ടും പാടി വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഷാജിനെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്കെതിരെ ആരും നടപടി കാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല, ഇത്രയും അപരാധം കാണിച്ചിട്ട് അവർക്കെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പോയില്ലേ. പിന്നെ അതേപോലെ തന്നെ തന്റെ സ്വന്തം മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് പോലും ഇവരുമായിട്ട് ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മക്കളെ പോലും വലിച്ചഴക്കി അല്ലെങ്കിൽ മക്കളെ വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചിരുത്തിയിട്ട് ലൈവിനകത്തോടെ വന്നിട്ടാണ് ഈ പറയുന്ന തെറിവിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആ കുട്ടികൾ ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവർക്കെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് ജിനൂസ് വ്ലോഗിൽ വന്നിട്ടുള്ളതാണ്. ആ ഒരു വോയിസ് ക്ലിപ്പാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് ഇവരുടെ ഈ ഒരു ബ്യൂട്ടി ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വൈറ്റനിങ് ക്രീം, അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആദ്യം ഷാജി ആണെങ്കിൽ യൂട്യൂബേഴ്സിനൊക്കെ എതിരെയാണെങ്കിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്, എല്ലാവരും വീഡിയോ റിമൂവ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് അതൊക്കെ ഒന്ന് കേൾക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം, അൽഹംദുലില്ലാഹ്, എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 30ഓളം യൂട്യൂബേഴ്സിനെതിരെ എന്തോ കേസ് കൊടുത്തു എന്നുള്ളതാണ് ജിനൂസ് വ്ലോഗിൽ ആ ഒരു ചേട്ടൻ പറയുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ആണെങ്കിൽ കൂടി ഇവരെ കരിവാരി തേച്ചു എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ വീടിക്കകത്ത് കരിവാരി നമ്മൾ തേച്ചിട്ടില്ല, കുറച്ച് ചെളിവെള്ളം കലക്കി തലയെ കൂടെ ഒഴിച്ചതുള്ളൂ. കാര്യം ആ രീതിയിൽ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാര്യം അതിരെ അപരാധമായിരുന്നു അവർ കാണിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു മരണത്തെ പോലും ആഘോഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു എക്സ്ട്രീം ലെവൽ അവർ കാണിച്ചിരിക്കുന്ന അപരാധം എന്താ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, പിന്നെ ഇവർ പറയുന്നുണ്ട് ഇവരെ കരിവാരി തേക്കുന്നു അല്ലെങ്കിൽ മക്കളെ പോലും വലിച്ചിട്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ. ഇവിടെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മക്കളെ പിടിച്ചിട്ട് ആ മക്കളെ പറ്റിയിട്ട് കുറ്റം പറയുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. മാക്സിമം ഞാനാണെങ്കിൽ ആ മക്കളെ എങ്ങനെ ഒഴിവാക്കി സംസാരിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പോലും നോക്കിയിട്ടുള്ളത്. കാര്യം ഇവർ ആ ഒരു വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ പോലും പിടിച്ചെടുക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് പോലെ അനാവശ്യമായിട്ട് വീഡിയോ ചെയ്തേക്കുന്ന ആൾക്കാരെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കാം എന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുള്ളത്. അപ്പൊ അനാവശ്യമായിട്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. പക്ഷേ ഞാൻ കണ്ട വീഡിയോസ് എന്തായാലും നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിട്ടേക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിലും അത് മാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അമ്മാന്റെ മോൻ സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെതിരെ വീഡിയോ ചെയ്തേക്കുന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കോപ്പറേറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിന്റെ ഫെയർ യൂസ് പോളിസിയിൽ വരുന്ന സാധനമാണ് നിങ്ങളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കൊടുക്കുമ്പോൾ ഈ ഇത്രത്തോളം ചാനൽസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കെതിരെ എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് തിരിച്ച് കൗണ്ടർ കൊടുത്ത് തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ കൗണ്ടർ കൊടുത്ത് എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഒന്നിലധികം ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 ചാനലാണെന്ന് തോന്നുന്നു. 5 ചാനലോടെ നിങ്ങളെ തിരിച്ച് കൗണ്ടർ അടിച്ച് നിങ്ങൾ കൊടുക്കുന്ന സ്ട്രൈക്കിനെ തിരിച്ച് കൗണ്ടർ അടിച്ച് ആ ഒരു വീഡിയോ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ കോപ്പറേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ അങ്ങനെയാണ്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ചെയ്തേക്കുന്ന ഓരോ ആൾക്കാർക്കെതിരെയും കേസ് കൊടുത്തിട്ട് അത് റിമൂവ് ആക്കിപ്പിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ റിമൂവ് ആക്കിക്കോ, ഇല്ലെങ്കിൽ ഞാനത് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു ആളുടെ ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ട് അയാളുടെ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കെതിരെ നിങ്ങൾ കംപ്ലൈന്റ് എടുത്ത് വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്
എത്രത്തോളം സാധ്യമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ നിങ്ങൾ ഈ 30 അല്ലെങ്കിൽ എത്ര പേർക്കെതിരെ കൊടുത്തു പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരാളുടെ പേരിൽ ഇത് റിമൂവ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, ആ ഒരാളുടെ മാത്രമേ നിങ്ങൾക്ക് സാധ്യമാവൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇത്ര ആൾക്കാർക്കെതിരെ ഇപ്പോൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി, സിമ്പിൾ ലോജിക്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയേക്കുന്ന അപരാധങ്ങൾക്കെതിരെ വിമർശിച്ചുകൊണ്ട് വീഡിയോസ് ഇട്ടേക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ പോവുകയാണ്. സ്റ്റേഷനിൽ പോകുമ്പോൾ നേരെ ഈ പോലീസുകാർ ഈ ഒരു വീഡിയോ എന്തായാലും അവർക്ക് കാണേണ്ടി വരുമല്ലോ. ഇത് കണ്ടിട്ട് വേണമല്ലോ അവർക്ക് നടപടി എടുക്കാനൊക്കെ. നിങ്ങൾ ഇമാതിരി അപരാധം കാണിച്ചിട്ടാണോ ഇപ്പം ഈ കേസുമായിട്ട് വന്നേക്കുന്നതെന്ന് അവർ തിരിച്ച് ചോദിക്കൂലേ? ഇത്രയും അപരാധങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് തന്നെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന ആ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. അത് ജിനുസേട്ടന്റെ ആ ഒരു ചാനലിൽ വന്നതാണ്. അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഒരു യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തുന്നു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിന് കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ഇത് നിങ്ങൾ കേട്ടില്ല. അതായത് അവരുടെ ആ ഒരു വൈറ്റനിങ് ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതുപോലും ഈ ഇഷ്യൂ ആയിട്ട് ആൾക്കാർ പോകാണ്ടിരുന്നത് ഈ പറയുന്ന പോലെ അവരുടെ ജീവിതമാർഗമാണ് എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർ പോലും ഇപ്പം അതുപോലും നോക്കാതെ അവർക്കെതിരെ കംപ്ലൈൻ്റ് ആയിട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഇവരിതുപോലെ പബ്ലിക്കിലൊന്ന് കാണിച്ചു കൂട്ടിയേക്കുന്ന ഈ വിവരക്കേടുകളാണ് അല്ലേ. അപ്പം നിങ്ങൾ കാണിച്ചു, നമ്മളാണെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാണ്ടിരുന്നത് അവരുടെ വരുമാന മാർഗമാണ്, അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കേണ്ട, അവരെങ്ങനെയോ ജീവിച്ച് പൊക്കോട്ടെ, ആ ഒരു മൈൻഡ് സെറ്റില്ല. പക്ഷേ ഈ കാണിച്ചു കൂട്ടുന്നത് ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്ന സാധനങ്ങളൊക്കെ ബാക്കിയും കൂടെ കേൾക്കാം. മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ടൊരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. കോടതി ഇതിന്റെ കാര്യത്തിൽ എടുക്കുന്ന നടപടി ഈ കാര്യത്തോട് എനിക്ക് വലിയ മതിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹബാസിനെ നിങ്ങളാരും മറന്നിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കുന്നു. അറിയാലോ, താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ അവൻ്റെ സഹപാഠികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇല്ലാണ്ടാക്കി. ഓക്കെ, ആ അവന്മാരെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സാം എഴുതിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറയാനൊരു കാരണമുണ്ട് ഞാനിവിടെ. അപ്പം ഷഹബാസ് കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി, +2 പ്രവേശനത്തിന് അവസരം ഒരുക്കണമെന്ന് ഹൈക്കോടതി, അതായത് അവന്മാരെ ഇനി +2 പഠിപ്പിക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞേക്കാണ്. അവന്മാരെ തുടർ പഠനത്തിന് ഇനി അവന്മാർ പഠിച്ചോട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞേക്കാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, D-ബാർ ചെയ്ത് നമ്മൾ കോപ്പി അടിക്കുന്നതിൻ്റെ പേരിൽ 3-4 വർഷത്തേക്ക് D-ബാർ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഒരു കൊല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ നിയമത്തിൻ്റെ സഹായം എല്ലാം കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ നിയമം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എത്ര നിസ്സഹായ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ഓരോ സാധാരണക്കാർക്ക് എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഇതിവിടെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഷഹബാസിനെ ഇല്ലാണ്ടാക്കിയേക്കുന്ന ഇവന്മാരുണ്ടല്ലോ, അവന്മാരിൽ ഒരാളുടെ അച്ഛനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഗുണ്ടാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ജിനിസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നല്ലപോലെ ആ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അത് പോരാത്തതിന് തന്നെ നീ കയറി തീർത്തോടാന്നുള്ള രീതിയിൽ തന്നെ ധൈര്യം കൊടുത്ത് തന്നെയാണ് അവരെ വീട്ടിലുള്ളത്. അതായത് ഈ പറയുന്ന വളർത്തുന്നതിനനുസരിച്ചിരിക്കും പിന്നീട് അവർ വളർന്ന് വലുതായിട്ട് സമൂഹത്തിലോട്ട് അവർ ഓരോരുത്തർ ഇറങ്ങുമ്പോഴത്തേക്കിന് ഇവിടെ ഷാജിദ ഷാജി എന്താണ് പറഞ്ഞത്? എൻ്റെ മക്കള് വലുതായിട്ട് അവരെ കൊണ്ട് നിന്നെയൊക്കെ തല്ലിക്കൂടാ എന്ന് ഷാജിദ ഷാജി പറഞ്ഞു. അതായത് മക്കളെ ഗുണ്ടകളാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർ ഈ സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ട് ഈ രീതിയിലുള്ള അപരാധങ്ങൾ മൊത്തം വിളിച്ച് പറയുകയും ഇത് കണ്ടല്ലേ ആ മക്കളും പഠിക്കുന്നത്. സ്വന്തം അമ്മയുടെ, അതായത് ഇപ്പം ആ മക്കളുടെ സ്ഥാനത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മയാണെങ്കിൽ ഇതുപോലെ കണ്ടോ, നമ്മുടെ അമ്മൂമ്മയുടെ വീഡിയോ ആണെങ്കിൽ ഇതുപോലെ എടുത്ത് പകർത്തി നാളെ നമുക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് ആ പിള്ളേർ ചിന്തിക്കൂലേ?
അതിന് പോലും ഒരു മടിയില്ലാതെ നിന്ന് കൊടുക്കും വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഷാജി. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. നമ്മൾക്ക് സോഷ്യൽ, അതായത് നമുക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ട്. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. നാളെ 15 പേര് അല്ലെങ്കിൽ 150 പേര് ഇത് കേൾക്കുമ്പോ അതിനകത്ത് ഒരു 50 പേര് ബുദ്ധിയില്ലാത്തവര് ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവര് എന്താണ് വിവരമില്ലായ്മയാണോ, എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിനൊരു നിയമസഹായം തേടിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്. ഇത്രയും കണ്ടന്റ് തന്നെ മാത്രം മതി അവളുടെ ചാനൽ പൂട്ടാനായിട്ട്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതുണ്ട്. അവര് ഈ പറഞ്ഞ പോലെ മക്കളെ വെച്ച് ഈ കാണിച്ചു വിടുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത്രയും പൊതുശല്യമായിട്ട് മാറുന്ന കാര്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു കുറവ് എന്തായാലും തീർച്ചയായിട്ടും അവർക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു വിവരം വെള്ളിയാഴ്ച ഇല്ലാതെ വന്നിട്ട് അവർ എന്തൊക്കെയാണ് ഈ പറയുന്ന വീഡിയോക്കകത്തോടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ പറയുന്ന കാര്യം അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ അതിനൊക്കെ ഇവിടുത്തെ നിയമമല്ല വിചാരിക്കേണ്ടത്, അതൊക്കെ യൂട്യൂബ് വിചാരിക്കണം. ഇപ്പോൾ ഒരു ചാനൽ പൂട്ടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദപരമായിട്ടുള്ള സാധനങ്ങൾ അറിയാമല്ലോ. മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ടൈമിൽ മറ്റേ മാത്യു സാമുവൽ എന്ന് പറയുന്ന ആളുടെ ചാനൽ പൂടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തെറ്റായിട്ടുള്ള പ്രചരണം വന്നതിൻ്റെ പേരിൽ പിന്നീട് ആ ചാനൽ അയാൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഒരു ചാനൽ ടെർമിനേറ്റ് ആയിട്ട് കളയാനെ കൊണ്ട് യൂട്യൂബ് തന്നെ ഇയാൾക്ക് ഇനി ചാനൽ കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈക്കോടതി അല്ലെങ്കിൽ എനിക്കൊന്ന് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ നൂലമാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞേക്കുന്ന സാധനം വെച്ച് ചാനൽ പൂട്ടിക്കുക അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അത് പുള്ളിക്കാരുടെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷനോ മേ ബി അതുകൊണ്ട് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഷാജിക്കെതിരെ തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന പോലെ എന്തായാലും തക്കതായിട്ടുള്ള ഒരു നടപടി അവർക്കെതിരെ സ്വീകരിക്കണം. കാരണം ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു. ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ഒരാളുമായിട്ട് അവരെ എങ്ങനെയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്തിനാണ് നിങ്ങൾ ആലോചിച്ചത്? നിങ്ങളുടെ ഒരു ശത്രു ആണെങ്കിൽ കൂടി മരണപ്പെട്ടു, അതിനുശേഷം നിങ്ങൾ വന്നിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അയാൾ മരണപ്പെട്ടതിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സന്തോഷം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ അതും പറഞ്ഞിട്ട് നേരെ ലൈവ് ഓൺ ചെയ്തിട്ട് നേരെ ആൾക്കാരുടെ മുന്നിൽ കണ്ടോടാ നീ ചത്തു പോയില്ലാടാ നമുക്കങ്ങ് സന്തോഷമായി കണ്ടടാ പടച്ചോനുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കൂ. അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കൂടുതലായിട്ട് പറയില്ല, കഴിഞ്ഞ വീഡിയോ എല്ലാം പറഞ്ഞ് തീർത്തിയേ. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തെന്നാലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.